ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. വാളകം പഞ്ചായത്ത് 4-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി രംഗത്ത്. പ്രവർത്തകരെ വഞ്ചിച്ച മാത്യു കുഴൽനാടൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. വാളകം പഞ്ചായത്ത് 4-ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി രംഗത്ത്. കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച മാത്യു കുഴൽനാടൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കമ്മിറ്റി പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. വാർഡ് കമ്മിറ്റിയുടെ ആവശ്യത്തെ തള്ളി നേതൃത്വം ജനറൽ സീറ്റിൽ വനിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലും അമ്പലംപടി, CTC കവല, വാൽനാട്ടിക്കവല എന്നിവിടങ്ങളിലെ കോൺഗ്രസിന്റെ കൊടിമര ചുവട്ടിലാണ് വാർഡ് കമ്മിറ്റിയുടെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ജനറൽ വാർഡായ 4-ാം വാർഡിലേക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചില്ല. പകരം മുൻപ് 5-ാം വാർഡ് മെമ്പറായിരുന്ന രജിത സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 18-അംഗ വാർഡ് കമ്മിറ്റി അറിയാതെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച തങ്ങളെ വഞ്ചിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും 18 അംഗങ്ങളും രാജിവെക്കുമെന്നും വാർഡ് പ്രസിഡന്റ് മധു മോഹൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വരെ ഉൾപ്പെടെ വന്നാണ് എന്നെ വാർഡ് പ്രസിഡന്റ് ആക്കിയതും 18 അംഗ കമ്മിറ്റി രൂപീകരിച്ചതും. ആ 18 അംഗ കമ്മിറ്റി പോലും അറിയാതെ ജനറൽ വാർഡിൽ ഒരു വനിതയെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറായത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. കാരണം MLAയുടെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൻകിട മുതലാളിമാരുടെ ഉൾപ്പെടെയുള്ള അവരുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ സംഭവം മേടിച്ചിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പരിപാടി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. 5-ാം വാർഡിൽ തൊട്ടപ്പുറം കിടക്കുന്ന 5-ാം വാർഡിൽ അവർക്ക് സീറ്റ് ഓൾറെഡി പാർട്ടി വിട്ടിരിക്കുകയായിരുന്നു. ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് 5-ാം വാർഡിൽ മത്സരിക്കണം. 4-ാം വാർഡിൽ ജനറൽ സീറ്റിൽ ആണുങ്ങളുടെ സീറ്റാണല്ലോ, അവിടെ മത്സരിക്കാൻ ആണുങ്ങളെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം എന്നൊക്കെ പാർട്ടി തീരുമാനിച്ചു. 5-ാം വാർഡില് നിലവില് ഇപ്പോ സീറ്റ് ഇന്നലെ വരെ ഒഴിഞ്ഞെടുക്കുമായിരുന്നു. ഇന്നലെയാണ് എനിക്ക് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചത്. ഇവർക്ക് 4-ാം വാർഡില് സ്ഥാനാർത്ഥിത്വം കൊടുക്കും. ഒരു 4-5 ദിവസം മുമ്പ് ജോയിച്ചാന്റെ വീട്ടിൽ വെച്ച് ഒരു കമ്മിറ്റി കൂടി. അപ്പോ അവര് അവിടെ വെച്ച് കമ്മിറ്റി കൂടി കഴിയുമ്പോൾ അവര് പറഞ്ഞു കുറെ പേരെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ 11 പേരെ ലിസ്റ്റ് അയച്ചു. 11 പേരുടെ ലിസ്റ്റ് അയച്ചു കഴിഞ്ഞപ്പോ അവര് നാളെ പറയാം, നാളെ പ്രഖ്യാപിക്കാം, മറ്റന്നാൾ എന്നൊക്കെ പറഞ്ഞു. അത് നടന്നില്ല. പിന്നെ മേൽ കമ്മിറ്റി വീണ്ടും പറഞ്ഞു ആ 11 പേരുടെ ലിസ്റ്റ് പരിഹരിക്കുന്നില്ല, അതിലുള്ള ആരും വേണ്ട, പുറത്തുനിന്ന് വേറെ 2 ആളെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയ ഒരു അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, ജോബി കെ പോലീസിനെ. ജോബിനെ കണ്ടുപിടിച്ച് നമ്മൾ മേളിലേക്ക് അയച്ചു. അപ്പൊ അവര് പറയണം അതും അംഗീകരിക്കാൻ പറ്റും. ബ്ലോക്ക് പ്രസിഡന്റ്, MLA, മണ്ഡലം പ്രസിഡന്റുമാർ ഇങ്ങനെ ഉൾപ്പെട്ട നേതാക്കന്മാരാണല്ലോ. നേതാക്കന്മാരറിയാതെ ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. നേതാക്കന്മാര് വീണ്ടും കുറക്കാന്ന് പറഞ്ഞു, വീണ്ടും വേണ്ടാന്ന് പറഞ്ഞു. ഇന്നലെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു. രാജിവെക്കാൻ തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. പാർട്ടിയുടെ ഒരു പരിപാടിക്കോ ഒരു സ്ഥാനമാനമോ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ കൂടെ വേറെ 100ഓളം പ്രവർത്തകരും ഉണ്ടാവും. 4-ാം വാർഡിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാനെയും 5-ാം വാർഡിൽ രജിത സുധാകരനെയുമാണ് പാർട്ടി നിശ്ചയിച്ചിരുന്നതെന്നും എന്നാൽ പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ പ്രത്യേക അജണ്ടയെ തുടർന്ന് ബിനോ കെ ചെറിയാനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലെത്തുകയും രജിത സുധാകരനെ 4-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നെന്ന് മുൻ ബൂത്ത് പ്രസിഡന്റ് ജോബി പറഞ്ഞു. ഇവര് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി വാശി പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ നിലവിലെ ഈ രജിത സുധാകരൻ ഇപ്പൊ സീറ്റ് കൊടുത്തിരുന്നു 15 വർഷമായിട്ട് കൊടുത്ത മെമ്പറാ. 5-ാം വാർഡിലും 4-ാം വാർഡിലും മാറി മാറി നിന്ന് ജയിക്കുന്ന ഒരാളാണ്. അപ്പോൾ 5-ാം വാർഡില് മത്സരിക്കാനാണ് ആദ്യം പാർട്ടി തീരുമാനിച്ചത്. രജിതയോട് 5-ാം വാർഡിൽ പോയി മത്സരിക്കാനാണ് ആദ്യം പറഞ്ഞത്. ആദ്യം അവർ അംഗീകരിച്ചെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ 4-ാം വാർഡ് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ 4-ാം വാർഡിൽ ഞങ്ങൾ ആദ്യം പരിഗണിച്ചിരുന്നത് ബിനോ കെ ചെറിയാൻ എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോ ബിനോ കെ ചെറിയാനെ അവർക്ക് നിർത്താൻ കഴിയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം. ഒരു വഴിവെട്ടുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ കുന്നക്കാലുള്ള ഒരു അമേരിക്കൻ മുതലാളി എന്ന് തന്നെ പറയാം, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു വഴിവെട്ട് കേസുമായിട്ട് അദ്ദേഹം ഒരു 10-100 ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് വേറൊരു ആളുടെ വ്യക്തിയുടെ പറമ്പിലൂടെ ബലമായിട്ട് ഞാൻ റോഡ് പണി കാണിച്ചു തരുന്നുണ്ട്. അതിന് കിട്ടിയപ്പോൾ പഞ്ചായത്തിനൊക്കെ അറിയിച്ചപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റും ബിനോ കെ ചെറിയാനെ കൂടി വന്ന് ആ പഞ്ചായത്തിന്റെ വണ്ടി അവരുടെ വണ്ടിക്ക് ഓട്ടം വെച്ച് തടയുന്ന ഒരു സീനൊക്കെ ഉണ്ടായി. അത് ഈ മുതലാളിനെ പ്രകോപിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ ബിനോ കെ ചെറിയാനോട് സീറ്റ് കൊടുക്കാൻ പറ്റില്ല, ആ ഒരു വാശിക്കാണ്. അതുകൊണ്ടാണ് ഈ ജനറൽ വാർഡ് 6 ജനറൽ വാർഡ് ഉള്ളൂ ഇവിടെ. അതിലൊരു വാർഡാണ് ഈ രജിത സുധാകരന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ MLAക്ക് അതിനകത്ത് വ്യക്തമായ പങ്കുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ഇവിടെ ഈ രജിത സുധാകരനെ തന്നെ 4 നിർത്തണമെന്ന് ഈ നേതാക്കന്മാർക്ക് എന്തൊരു വാശി ഉണ്ടായിരുന്നു. ആ വാശി ആണ്
ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധമുണ്ട്. നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. രജിത സുധാകരന് 5-ാം വാർഡിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നതാണെന്നും എന്നാൽ 4-ാം വാർഡ് വേണമെന്ന് മുതിർന്ന നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി സീറ്റ് ഉറപ്പിക്കുകയുമായിരുന്നുവെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന ജോയി തേവടമഠം പറഞ്ഞു. 52 കൊല്ലമായിട്ട് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. 52 കൊല്ലമായിട്ട് ഇവിടെ 3 പ്രാവശ്യം ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് ഞാനാണ് മുന്നിൽ നിന്നത്. ഞാനാണ് കൂടുതൽ പ്രവർത്തിച്ചത്. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവര് 5-ാം വാർഡിൽ അവരോട് നിൽക്കാൻ പറഞ്ഞു പാർട്ടി. അപ്പൊ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അവർ 4-ാം വാർഡ് കൃത്യമായിട്ട് വേണമെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് സമ്മർദ്ദം ചെലുത്തുകയും മേലിൽ നിന്ന് ഉള്ള സമ്മർദ്ദമായിട്ട് അവർ വന്നു. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം വരെ തരില്ലായിരുന്നു. അപ്പൊ ഞാനത് എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർഡിൽ ആണായിട്ട് ജനിച്ച ഒരു മനുഷ്യനും ഇല്ലെന്ന് പല ആളുകളും എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ അന്നേരം പറഞ്ഞു, അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്, അവർ തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഇന്നലെയാണ് അവര് പ്രഖ്യാപിച്ചു എന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുൻകൈ എടുത്ത് ഞാൻ സ്ഥാനാർത്ഥിയുടെ ആകാനായിട്ട് ഫോം മേടിച്ചു, ഫില്ലപ്പ് ചെയ്തു, കൊടുക്കുന്നു എന്ന്. ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 52 കൊല്ലം ഈ പാർട്ടിയുടെ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൂത്ത് പ്രസിഡന്റിന് ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇനി എന്നാ കിട്ടുന്നത് നമ്മൾ ഭരിക്കുമ്പോഴോ? എന്നാൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് പിന്നിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢലക്ഷ്യമാണെന്നും വാർഡുകളിൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.